ഇപ്പോൾ നമ്മോടൊപ്പം എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുന്നുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ, നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് കാനത്തിൽ ജമീലയെ പറയാൻ സാധിക്കാം. കാനത്തിൽ ജമീല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സൗമ്യമായ ഒരു സ്ത്രീ മുഖമായിരുന്നു. എല്ലാ ഘട്ടത്തിലും ആളുകളോടുള്ള പെരുമാറ്റം, നിലപാടുകൾ, ഓരോ പ്രശ്നത്തിന്റെയും മേലെയുള്ള സമീപനങ്ങൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ ശ്രദ്ധേയമായ നിലയിലാണ് സാമൂഹ്യ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ പ്രശ്നങ്ങളെയും വ്യക്തികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കണ്ട് അവർക്ക് ഫലപ്രദമായ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് കാനത്തിൽ ജമീല എന്ന മഹിളാ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവ് ജീവിതത്തിന്റെ ഓരോ പടവുകളും കടന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം പാർട്ടി നിലപാടിനോടൊപ്പം ഓർത്തു നിന്നുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു ജീവിതപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാവായിരുന്നു അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കാനത്തിൽ ജമീല. ക്യാൻസർ രോഗബാധിതയായി അപ്പോളോ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീട്ടിൽ പോയി അവരെ കണ്ട സന്ദർഭത്തിൽ വലിയ ആത്മവിശ്വാസമാണ് എന്നോട് പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. മാത്രമല്ല, അതിനുശേഷം പൊതുപരിപാടികളിൽ അവർ പങ്കെടുക്കുന്ന നിലയും ഉണ്ടായി. ചെറിയതായിരിക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടാണ് അവരാദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നീട് ജില്ലാ പഞ്ചായത്ത് 2 ലക്ഷങ്ങളിൽ പ്രസിഡന്റായി. അതിനിടയിലാണ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മത്സരിക്കുകയും ആ മത്സരത്തിലൂടെ നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി ആ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MLA-മാരിൽ ഒരാളായി സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുക, ഗൾഫ് മേഖലയിലൊക്കെയുള്ള ഞങ്ങൾ പലപ്പോഴും പ്രാവശ്യം എന്നെ തന്നെ വിളിച്ച് ഞങ്ങൾ ചില കൂട്ടായ്മകളിൽ കാലത്തിൽ ഇന്ത്യയെ പങ്കെടുപ്പിക്കണം, അതിന് പാർട്ടി അനുവാദം നൽകണം എന്ന് പറയുന്ന നിലവരെ ഉണ്ടായി. അതിനടിസ്ഥാനപ്പെടുത്തി അവിടെയുള്ള യോഗങ്ങളിൽ അവർ പങ്കെടുത്തു. കൊയിലാണ്ടി പോലെയുള്ള നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ ആണ്ടടങ്ങി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അവർ നടത്തുന്നു. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു MLA-യും ഒരു പാർട്ടി നേതാവുകയുമാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കാനത്തിൽ ജമീല എന്ന ഉത്തമയായ നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന്റെ സ്മരണത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബത്തോടും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളോടും പാർട്ടിക്കുള്ള ദുഃഖം ഈ സംബന്ധത്തിൽ അറിയിക്കുകയും